നമ്മുടെ ഭൂമി വാങ്ങുന്നതിലേക്ക് 1,00,000 രൂപയുമായിട്ടാണ് ഇന്ന് സമ്മേളനത്തിന് വന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയണം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ മൺമറിഞ്ഞു പോയ ആളുകൾ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് സൈനുദ്ദീൻ അലി ഹസൻ ഒക്കെ ഉസ്താദ് അടക്കം അവരും നമ്മെ എപ്പോഴും ആത്മീയമായി അക്കാലത്തും എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ ആ ആത്മീയ നേതാക്കളും അവരെല്ലാവരും നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അർഹമുറാഹിമായ അല്ലാഹു അവരുടെ എല്ലാവരുടെയും ദർജന വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാ. അവരുടെ ഗുണങ്ങൾ ഞങ്ങൾക്കനിയും കിട്ടിക്കൊണ്ടിരിക്കണം അല്ലാ. ഞങ്ങളെ ഉപദേശിക്കുകയും ഞങ്ങളെ നിയന്ത്രിക്കുകയും ഞങ്ങൾക്കാവശ്യമായത് ചെയ്തു തരികയും ചെയ്യുന്ന ഈ ആത്മീയ നേതാക്കൾ ഹയാത്തുള്ളവരും മരിച്ചുപോയവരും അവർ മുഴുവനും ഞങ്ങളുടെ കൊടുകാംക്ഷികളാണ്. അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 3 കോടി ഉറുപ്പിക ഈ സമ്മേളനം കഴിയുമ്പോഴേക്ക് കിട്ടണം. ഗേറ്റ് വഴി അത് വേറെയുമുണ്ട്. ഗേറ്റിന് ഇന്നലെ നമുക്ക് ഒരാൾ തന്നു, തരാമെന്നേറ്റു. ബാക്കിയുള്ള മുഴുവൻ സംഖ്യയും വേണം. നിങ്ങളൊക്കെ സഹായിക്കണം. പുസ്തകത്തിന്റെ ഇടയിൽ ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മൺമറഞ്ഞു പോയ മഹാന്മാർ, ഞാൻ നേരത്തെ പേര് പറഞ്ഞു വരും, അതുപോലെ നമ്മുടെ താഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങി സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമായി അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളുടെ മക്കളാണ്, അവരുടെ ശിഷ്യന്മാരാണ്, അവരുടെ മുരീദുമാരാണ്, അവരുമായി ബന്ധപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായതിന്റെ ശേഷം ആദ്യമായി നമ്മൾ നടത്തുന്ന സമ്മേളനം ആണ്. ആ താജുൽ ഉലമ അധ്യക്ഷം വഹിക്കാത്ത സമ്മേളനങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. ആ മഹാനവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു പരലോകത്ത്. അല്ലാഹു തആല അവരുടെ ദർജ വളരെ കൂടുതൽ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ സഹായം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ ധാരാളം പ്രവർത്തകരുണ്ട്. സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാര്, സാധാരണക്കാർ, ഇന്നും ഇന്നലെയുമായി മരണപ്പെട്ടവർ വരെ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. നിരവധി സഖാഫികൾ മരിച്ചുപോയിട്ടുണ്ട്, ഉസ്താദുമാർ മരിച്ചുപോയിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാർ മരിച്ചുപോയിട്ടുണ്ട്. അർഹമുറാഹിമായ അല്ലാ, അവർക്കെല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാ. അവർക്കെല്ലാവർക്കും നീ ദർജ നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കുക. നമുക്കിവിടെ ഏറ്റവും അധികം വിഷമം തോന്നുന്നത് അന്യമതസ്ഥരെ കൊണ്ടല്ല. അന്യമതസ്ഥർ നമ്മെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ എന്ത് അബദ്ധമുണ്ട് എന്ന് നോക്കിപ്പിടിക്കാൻ മാത്രം നടക്കുന്ന ചില ആളുകൾ. അത്തരക്കാരോട് ഞാനൊന്നും പറയുന്നില്ല, ഒരു വാക്ക് മാത്രം പറയുന്നു. നിങ്ങളുടെ ആ കുതന്ത്രം, നിങ്ങളെ കുബുദ്ധി, അത് നിങ്ങളെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്ത്
മേൽപോട്ട് പോവുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. മർക്കസ് തഖാഫത്തി സുന്നിയ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോവുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അതിനെ ഊതിക്കെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. يريدون ليطفئوا نور الله والله متم نوره ولو كره الكافرون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെളിച്ചം നമുക്ക് നന്ന് എന്നും തന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെളിച്ചം, അവന്റെ ഹിദായത്ത് നമുക്കുള്ള കാലത്ത് ഒരിക്കലും നമ്മൾ ആരുടെയും കുതന്ത്രങ്ങളെയും ചതിപ്രയോഗങ്ങളെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സഹോദരങ്ങളോട് പറയാനുള്ളത്. എന്തെല്ലാമാണ് നടക്കുന്നത് സുബ്ഹാനല്ലാഹ്. പിന്നെ എപ്പോഴും ഭിന്നിപ്പ് അതുമായി നടക്കാനാണ് ചിലർക്കാഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ നടന്നോളൂ. ഞങ്ങളെപ്പോഴും സത്യത്തിലുള്ള യോജിപ്പും ഐക്യവും ഇവിടെ നിലനിർത്തണം. അതാണ് ഞങ്ങളെ പ്രഖ്യാപനം. അതിന് തയ്യാറുള്ളവർ വരൂ, അല്ലാത്തവർ പോകാം. അല്ലാത്തവർക്ക് നിങ്ങളെ വഴിക്ക് പോകാം. ഞങ്ങൾ സത്യത്തിൽ നിൽക്കുകയാണ്. സത്യം അത് പുലരുക തന്നെ ചെയ്യും. അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിച്ചു, നിങ്ങൾ എന്നോട് പിൻപറ്റണം, അല്ലാഹുവിന്റെ റസൂലിനോട് പിൻപറ്റണം. അള്ളാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രിയം വെക്കണം എന്ന് പറയാൻ അള്ളാഹു തആല കൽപ്പിച്ചു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രഖ്യാപനം, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ. ആരുടെയും രക്തം ചിന്തരുത്, ആരുടെയും സമ്പത്ത് അപഹരിക്കരുത്, ആരുടെയും അഭിമാനം കേടുവരുത്തരുത്, അതിന് ക്ഷതം വരുത്തരുത്. അങ്ങനെ അഭിമാനത്തെയും സമ്പത്തെയും രക്തത്തെയും കാത്തു സൂക്ഷിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് മോശമാക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച്, അറഫയിൽ വെച്ച്, അയ്യു ബൽദിക്കും ഹാദാ, അയ്യു സഹരിക്കും ഹാദാ, അയ്യൗൻ ഹാദാ എന്ന് ചോദിച്ച് അന്നത്തെ ദിവസവും മാസവും മാത്രം ആ ബഹുമാനവും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹ്രിക്കും ഹാദാ. എത്ര വലിയ വ്യക്തമായ പ്രഖ്യാപനം! ലോകത്തോടുള്ള പ്രഖ്യാപനം, മുസ്ലിംകളോട് മാത്രമല്ല ലോക ജനതയോടുള്ള പ്രഖ്യാപനം. നിങ്ങൾ കലഹിക്കരുത്, നിങ്ങൾ കുത്തിക്കൊലപ്പെടുത്തരുത്. അതേസമയത്ത് ചില ആളുകൾ ഇന്നും പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു, താലിബാൻ, അയ്യു താലിബാൻ, എന്ത് താലിബാൻ, അയ്യു അമീർ, അയ്യു ഖലീഫ. ബഗ്ദാദിലെ, ഇറാഖിലെ പണ്ഡിതൻ ഇവിടെയുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവിടെ ഖിലാഫത്ത് പ്രഖ്യാപിച്ചു. ഖിലാഫത്ത് പ്രഖ്യാപിച്ച് ആദ്യമായി ചെയ്യുന്നത് അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കാഫിറാക്കുകയാണ്, അവരെ കൊല്ലുകയാണ്.
ഇതാ ഈ സ്റ്റേജിലിരിക്കുന്ന അനസ് എന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്റെ പിതാവ് താമസിച്ചിരുന്ന വീട് പോലും അവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കാരണം എന്താണ്? ഇവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായി പോയി എന്നതാണ്. അഹ്ലുസുന്നത്തി ജമാഅത്തിന്റെ ആളുകളെ കൊല്ലുകയും കാഫിറാക്കുകയും ചെയ്യുന്നു. അവർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നുവരുമെന്ന് പറഞ്ഞു ദാഇഷ് പ്രഖ്യാപിച്ചു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നു, വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനമുണ്ടായപ്പോൾ ആദ്യമായി ഞാൻ ആ പ്രഖ്യാപനം കാണുന്നത് ഞാൻ ലണ്ടനിലായപ്പോഴാണ്. അവിടെ വെച്ച് അവിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ, ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുമ്പോൾ അപ്പോഴാണ് ഈ വിവരം നമുക്കറിയുന്നത്. അപ്പോൾ തന്നെ എഴുതി അറിയിച്ചു, ഇവിടുത്തെ പത്രങ്ങളിൽ കൊടുത്തു, വീടുകളിൽ കൊടുത്തു, എല്ലാം കൊടുത്തു. ഇന്ത്യ രാജ്യത്തേക്ക് അങ്ങനെ ഒരാൾ കടന്നു വരേണ്ട ആവശ്യമില്ല. ഇന്ത്യ രാജ്യത്തേക്ക് കടന്ന് വരികയേ വേണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അത്രയും സുഭദ്രമാണ്. ഞങ്ങളുടെ കയ്യിൽ ഭരണഘടനയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ ഭരണഘടന ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നിയമം കയ്യിലെടുക്കാതെ ഭരണത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചോദ്യം ചെയ്യും. അതാണ് ഞങ്ങളുടെ നയം എന്ന് ഞാൻ പത്രത്തിൽ പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, ലോകം മുഴുക്കെ അത് വായിച്ചു. ഞങ്ങൾക്കിപ്പോഴും പറയാനുള്ളത് അതാണ്. ഇടയ്ക്ക് നമ്മുടെ വാർത്താമാധ്യമങ്ങളോടും പത്രക്കാരോടും മറ്റുള്ള വാർത്താമാധ്യമങ്ങളോടുമൊക്കെ ഞാൻ ഒരു വാക്ക് വളരെ വിനയത്തോടെ പറയുന്നു. ചില വാർത്താമാധ്യമങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നഊദു ബില്ലാഹ്, ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തമ്മിൽ തച്ച് ചിഹ്ന ഭിന്നമായി പോകണം എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ഞാൻ ഇവിടുത്തെ പത്രങ്ങളെയും മീഡിയകളെയും മുഴുവനും അടച്ച് ആക്ഷേപിക്കുകയല്ല. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സത്യസന്ധമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്ദിയും കൃതജ്ഞതയും ഉണ്ട്. അതേ സമയത്ത് എന്ത് നെഗറ്റീവ് ഉണ്ട് എന്ന് നോക്കി അടർത്തിയെടുത്തിട്ട് വാചകങ്ങളിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും വെട്ടി അടർത്തിയെടുത്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കി സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഇടയിൽ കളവ് പ്രചരിപ്പിക്കുന്ന ചിലരും ഇവിടെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇങ്ങനെയുള്ള പത്രക്കാർ സമുദായം ഇവിടെ നശിച്ചു കാണാനാണോ ആഗ്രഹിക്കുന്നത് എന്ന്. ദയവ് ചെയ്ത് അവരോട് പറയാനുള്ളത്, മറ്റ് നല്ല പത്രങ്ങളെപ്പോലെ നല്ല മീഡിയകളെപ്പോലെ നിങ്ങളും ആവണം. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ അവരുടെ പ്രവർത്തനത്തെ നിങ്ങൾ നല്ല കണ്ണുകൊണ്ട് കാണണം. അല്ലാത്തത് നിങ്ങൾ ചീത്ത കണ്ടുകൊണ്ട് കാണുകയോ എന്തോ ചെയ്തു. നല്ലത് നിങ്ങൾ നല്ലതായി കാണണം എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഖാഫികളോട് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ പോലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഓർമ്മയിൽ വെക്കണം. മസ്ഊലിയത്ത് അലൈക്കും അൽ മസ്ഊലിയ,
നിങ്ങൾക്ക് മസ്ഊലിയത്ത് ഉത്തരവാദിത്തമുണ്ട്. മസ്ഊലിയത്തുൽ മഹൽ, മസ്ഊലിയത്തുൽ ബിലാദ്, മസ്ഊലിയത്തുൽ നാസ്, മസ്ഊലിയത്തുൽ ഫുഖറാ, മസ്ഊലിയത്തുൽ ഫുളലാ. ഒരുപാട് ഉത്തരവാദിത്തം നിങ്ങളുടെ മേലിലുണ്ട്. ആ ഉത്തരവാദിത്തം യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ട് ധരിച്ച സഖാഫി, ഓ കോട്ട് ധരിച്ച സഖാഫി, ഖും ഫഅൻദിർ, നീ എഴുന്നേൽക്കുക. ഫഅൻദിർ, നീ ജനങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുക. തിന്മയിൽ നിന്ന് ജനങ്ങൾ തടയാൻ ആവശ്യമായത് പറയുക. വറബ്ബക ഫകബിർ, എന്റെ റബ്ബാണ് വലിയതെന്ന് നീ കരുതുക. വറബ്ബക ഫതഹിർ, ഐ വഖൽബക വബദനക ഫതഹിർ, നിന്റെ കൽബിനെയും നിന്റെ ശരീരത്തെയും നീ ശുദ്ധിയാക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകി തരുമാറാകട്ടെ.